അങ്ങനെ ഒരു നീണ്ട അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറന്നു അല്ലേ. സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും ആൻറ്റിയുടെ വക എല്ലാ ആശംസകളും നേരുന്നേ. എല്ലാ മക്കളും നന്നായി പഠിച്ച് മിടുക്കരാവണേ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് 200 ml ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ്. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 ചെറുപഴമാണ്. ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. 4-5 അതിൽ കൂടുതൽ വേണ്ട. 1.5 ഗ്ലാസ് പൊടിക്ക് ഞാനിപ്പോൾ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം 5 വരെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ ഗോതമ്പ് പൊടി എടുത്തത് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി അല്പം ശർക്കര കൂടി ചേർക്കണം. ഏകദേശം 1/2 ഗ്ലാസ് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ ശർക്കരയല്ലേ കൂടുതൽ നല്ലത്. അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നമ്മളതൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. അപ്പോൾ ഈ തേങ്ങ ശർക്കര മിക്സിലേക്ക് 2 ഏലക്കായും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചതച്ചിട്ടാൽ നല്ലതാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുകൂടി ചതച്ച് ചേർക്കണേ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഗോതമ്പ് പൊടിയും പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഴം നന്നായിട്ട് കുഴയ്ക്കുക. കൈ വെച്ച് കുഴച്ചാൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പഴമൊക്കെ ഒരുവിധം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേങ്ങയും ശർക്കരയും ചേർത്ത മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. നന്നായിട്ട് എല്ലായിടവും ഒരുപോലെ യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. തേങ്ങയിലുള്ള വെള്ളവും ശർക്കരയിലുള്ള വെള്ളവും പഴത്തിലുള്ള വെള്ളവും ഒക്കെ മതി നമുക്ക് അത്രയും പൊടി കുഴയ്ക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമ്മളത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുഴയ്ക്കുമ്പോൾ ഇനി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ശകലം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമുക്കറിയാം പഴവും തേങ്ങയും ശർക്കരയും കൂടി ചേരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരത്തിന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുറമേ ക്രിസ്പി ആയിട്ടിരിക്കും, അകമേ നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രം മതി. വളരെ കുറച്ച് സമയവും മതി. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അതാ ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പം നന്നായി കുഴച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ആ പരുവം മാറിക്കിട്ടും. ഇപ്പോൾ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ? തുടക്കത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഒട്ടിപ്പിടുത്തമൊക്കെ മാറി നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമ്മളിത് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഒരുപാട് വലിയ ഉരുളകളാകുമ്പോൾ വെന്ത് കിട്ടാൻ താമസം വരും. ഈ പരുവത്തിലുള്ള ഉണ്ടകളായാൽ അതായിരിക്കും കൂടുതൽ എളുപ്പം വേകുന്നതിന്.
അപ്പോൾ ഇതുപോലെ ഉണ്ടകളായിട്ട് എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തേ. ഇനി നമുക്കിത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഓരോ ഉരുളകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളത് വറുത്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ മറിച്ചും തിരിച്ചും ഇട്ട് എല്ലാ സൈഡും ഒരുപോലെ ആകുന്ന വിധത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ അതാ ഒരു വശം നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആയി, അടുത്ത വശം കൂടെ ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, ഉറപ്പാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ വശവും ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഉണ്ടംപൊരിയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ്. അതിലും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കറമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഹെൽത്തിയാണ്. ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. തേങ്ങയും ശർക്കരയും പഴവും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ചേർന്ന് സൂപ്പർ സ്നാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്